ഞാനിപ്പോൾ മൈസൂരിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ മൈസൂർ പാലസ് ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് പോയി നോക്കാം, കയറാൻ പറ്റുമോ എന്നറിയില്ല. ഇവിടുത്തെ ഏതോ രാജാവിൻ്റെ പ്രതിമ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചുറ്റായിട്ടാണ് വണ്ടികൾ ഇങ്ങനെ പോകുന്നത്. ഇത് ശരിക്കും ഒരു സർക്കിളാണ്. പാലസിന് എവിടെയാണാവോ, ഗൂഗിൾ മാപ്പ് ഇട്ടോക്കണം. ദസറ ആഘോഷത്തിന് കാണുന്നുണ്ടല്ലോ, ആനപ്പുറത്ത് അമ്പാരി ആ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആ സാധനത്തിൻ്റെ ഒരു മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇതാണ് ആ സർക്കിള്. ഇനി ഇവിടെ നിന്ന് ആ വഴിക്ക് അങ്ങോട്ട് പോകണം. അങ്ങനെയാണ് മാപ്പിൽ കാണിക്കുന്നത്. പോയി നോക്കാം. ഇത് തന്നെയാന്ന് തോന്നുന്നു പാലസിലേക്കുള്ള വഴി. റോഡൊക്കെ നല്ല നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സൈഡിൽ കൂടെ പോവാനുള്ളൊരു വഴിയും കൂടി ഉണ്ട്. തൊട്ടപ്പുറത്ത് ഒരു ഗാർഡനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുട്ടോ. മോർണിംഗ് വാക്കിന് ഈവനിങ് വാക്കിനൊക്കെ പോകാൻ പറ്റുന്നത്. സമയം വൈകുന്നേരമായി. എവിടെ എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ശരിക്കും ഈ സ്ഥലത്തിൽ കൂടെയാണെന്ന് തോന്നുന്നു. നമ്മുടെ ആനേനൊക്കെ വരുന്നില്ലേ ദസറയ്ക്ക്, അതൊക്കെ ഈ വഴി കൂടെയാണെന്ന് തോന്നുന്നു. നമ്മൾ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. നടന്ന് ഇവിടെ വേറൊരു സർക്കിളിലേക്ക് എത്തി. ഇവിടെ കുതിരവണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ പാലസ് ഇത് തന്നെ ആവാനാണ് സാധ്യത. ഇവിടെ സർക്കിളിലെ ആരാണാവോ അത് ഇവിടുത്തെ പഴയ രാജാവായിരിക്കും. ഇത് കന്നഡ സിനിമ നടൻ പുനീത് രാജ്കുമാർ അല്ലേ. നമ്മൾ ഈ കർണാടകയിൽ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഫോട്ടോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. കുതിരവണ്ടികൾ. ഈ ഒരു കുതിരവണ്ടി കുറച്ചും കൂടി നല്ല ഹൈറ്റിലാണ്. നല്ല കൊടയൊക്കെ ഉണ്ട്. അവിടെ LED ലൈറ്റ് കത്തിച്ച വേറൊരു കുതിരവണ്ടി. ഓ എടാ, അപ്പുറത്തെ വഴി കൂടെ വരണമായിരുന്നു, അതാണ് പാലസ്. പിന്നെ അങ്ങോട്ട് പോവാം. ഇവിടെ റോഡിൽ വരെ ആനയുടെ ചിത്രം വരച്ച് വെച്ചിരിക്കുന്നു. നേരെ ഇനി പാലസിൻ്റെ അടുത്തേക്ക് പോവാം. അങ്ങനെ പാലസിൻ്റെ അടുത്തേക്ക് എത്താറായി. ഇനി മൊബൈലൊക്കെ കയറ്റാൻ പറ്റുമോ അറിയില്ല. ഇനി വൈകുന്നേരങ്ങളിൽ ആളെ കയറ്റി വിടുമോ എന്നറിയില്ല, നോക്കണം. ഇവിടെ ഒരു അമ്പലത്തിൽ നിന്ന് ശംഖ് വിളിക്കുന്ന സൗണ്ടൊക്കെ ഉണ്ട്. ശ്രീ ആഞ്ജനേയ സ്വാമി ടെമ്പിൾ. ഇവിടുന്ന് പാലസിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാട്ടോ, ഈ ഒരു ഗോപുരത്തിൻ്റെ ഉള്ളിൽ കൂടെ. നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. ഞാനിത് ചിത്രത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ കാണുന്നതാണ് മൈസൂർ പാലസ്. ഫോട്ടോ അനുവദനീയമാണോ എന്നറിയില്ല. സമയം കിട്ടുകയാണെങ്കിൽ കയറി നോക്കാം. ഈ ഒരു എൻട്രൻസിൻ്റെ ഇപ്പുറത്തായിട്ട് ശ്രീ വിനായക സ്വാമി ക്ഷേത്രമുണ്ട്. ഇപ്പുറത്തായിട്ട് ആഞ്ജനേയ സ്വാമി ക്ഷേത്രമുണ്ട്. ഇതാണ് ശരിക്കും പാലസിലേക്ക് കിടക്കാനുള്ള മെയിൻ എൻട്രൻസ് എന്ന് തോന്നുന്നു. ഇവിടെ നിന്നിട്ട് ഒരു പയ്യൻ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതേപോലെ നമുക്കും ചെന്നിട്ട് ഫോട്ടോ എടുക്കാൻ തോന്നുന്നു. പകലൊക്കെ വരണമായിരുന്നു. ഇനിയൊരു ദിവസം പകൽ വരണം. ഇവിടെ ലൈറ്റൊക്കെ ഓഫാക്കിട്ടോ. ഈ ഒരു സൈഡ് നോക്കൂ, വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡ് നോക്കൂ, കൊട്ടാരത്തിൻ്റെ ഒരു ചിത്രമുണ്ട്. ഇതൊക്കെ പുരാതനമായ ഏതോ ഒരു കാലത്ത് വരച്ച് വെച്ച ചിത്രങ്ങളാണ് കേട്ടോ. മൈസൂർ പാലസിൻ്റെ കവാടാണിത്. ഇവിടെ ശ്രീ ചന്ദ്രമൗലേശ്വര സ്വാമി ടെമ്പിൾ ഉണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാലസിൻ്റെ അപ്പുറത്തിന് എന്താണെന്നറിയില്ല, അപ്പുറത്ത് വഴിയുണ്ടോ. എന്തായാലും രാവിലെ 9 മണി മുതൽ 5 മണി വരെയൊക്കെയാണ് ഇങ്ങോട്ടുള്ള എൻട്രി ടൈം എന്ന് പറയുന്നത്. അവിടെ ലൈറ്റൊക്കെ കത്തിക്കുന്നുണ്ടല്ലോ ആ ഗോപുരത്തിൻ്റെ മീത്. ഞാൻ ശരിക്കും ഇത് പിൻഭാഗത്താണ് വന്ന് കയറിയെന്ന് തോന്നുന്നു. ശരിക്കും ഇതിൻ്റെ എൻട്രൻസ് വേറെ ഭാഗത്തായിരിക്കും. ഇവിടെ ഇനി പ്രത്യേകിച്ചൊന്നും കാണാനില്ലെന്ന് തോന്നുന്നു. നമുക്കിനി ഇതിൻ്റെ അപ്പുറത്തെ വഴിക്കൊന്ന് പോയി നോക്കാം. മാപ്പിട്ട് പോകുന്നതാണ്. എനിക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ സ്ഥലങ്ങളൊന്നും വലിയ പരിചയമില്ല. നഗരമധ്യത്തിലൂടെ ഒരു കുതിരേനെ കൊണ്ടുപോകുന്നത് കണ്ടോ, ലൈറ്റൊക്കെ ഇട്ടിട്ട്. അങ്ങനെ നടന്നിവിടെ മൈസൂർ ബസ് സ്റ്റാൻഡിലെത്തി.
ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ വേറൊരു ഭാഗത്തേക്ക് എത്തുമെന്ന് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ കഴിക്കണം, വിശക്കുന്നുണ്ട്. ഇതിൻ്റെ വേറൊരു ഭാഗമാണ് പാലസിൻ്റെ. അപ്പോൾ ഇവിടെ ഒരു പോലീസുകാർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അപ്പുറത്തെ വഴി കൂടെ പോകാനാണ് പറഞ്ഞത്. അപ്പോൾ അപ്പുറത്തെ വഴി കൂടെ പോവാം. ഇവിടെ ഒരു മൈതാനത്ത് നല്ല രീതിയിൽ ലൈറ്റൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നുണ്ട്. അവിടെ പുറത്തുള്ള ലൈറ്റ് ഷോ കാണാം എന്നൊക്കെയാണ് പറഞ്ഞാൽ. ഉള്ളിലേക്കുള്ള എൻട്രി രാവിലെ 5 മണി മുതൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. ഈ കാണുന്നത് സ്പന്ദന ഹോസ്പിറ്റലാണ്. പക്ഷേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊട്ടാരത്തിൻ്റെ ഒരു മാതൃകയിലാണ്. ഇവിടുത്തെ എന്ത് സംഭവങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും, ഹോട്ടലാണെങ്കിലും ആശുപത്രി ആണെങ്കിലും എല്ലാതും കൊട്ടാരത്തിൻ്റെ ഒരു ഛായ കാണും കേട്ടോ ബിൽഡിങ്ങിനെ. ഇതിവിടെ വേറെ ഏതോ ഒരു ബിൽഡിങ്ങാണ്. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പക്ഷേ എഴുതിയത് വായിക്കാൻ അറിയില്ല. ഇത് അറബിയിൽ എഴുതിയതാണോ കന്നഡത്തിൽ എഴുതിയതാണോ അതും അറിയില്ല. എന്തായാലും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. നടന്നിപ്പോൾ വേറൊരു എൻട്രൻസിലേക്ക് എത്തിയിട്ട് ശരിക്കും ഇതാണെന്ന് തോന്നുന്നു മെയിൻ എൻട്രൻസ്. ഇവിടെ ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നുണ്ട്. ഇനി അകത്തേക്ക് കയറ്റുമെന്ന് അറിയില്ല. എന്തായാലും ചോദിച്ചിട്ട് പറ്റുമെങ്കിൽ കയറി നോക്കണം. ലൈറ്റ് ഷോ ഉണ്ടോ എന്നൊക്കെയല്ലേ പറയുന്നത്. ഇനി പൈസ പൈസ ടിക്കറ്റ് ആവശ്യമുണ്ടോയെന്ന് അറിയില്ല. ഇവിടുത്തെ ടൗണ് വരുന്നത് ഈ പാലസിന് ചുറ്റുമാണെന്ന് തോന്നുന്നു. നമ്മുടെ തൃശ്ശൂർ വടക്കുന്നാഥ അമ്പലത്തിന് ചുറ്റുമാണ് ആ ടൗണ് വരുന്നത് പോലെ. വീണ്ടും കുറേ ദൂരം നടന്നു വന്നപ്പോഴാണ് എൻട്രി എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണുന്നത്. പക്ഷെ ഇവിടെ ഡോറ് ക്ലോസ്ഡാണ്. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് പ്രവേശന സമയം. അപ്പോൾ ആ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടുക, അകത്ത് പ്രവേശിക്കാം. ഇവിടെ നിൽക്കുന്ന വേറൊരു സെക്യൂരിറ്റിക്കാരനെ കണ്ടപ്പോൾ ആ സെക്യൂരിറ്റിക്കാരെ ഒന്നും നോക്കിയില്ല, എൻട്രി അക്കടയെന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞു വിടുന്നതെന്ന് തോന്നുന്നുണ്ട്. ഞാൻ വന്ന വഴിക്ക് തന്നെ തിരിച്ച് എത്താറായിട്ടുണ്ട്. ഇപ്പോൾ ശരിയാണല്ലോ, ഇവിടെ ഒരു എൻട്രി ഉണ്ടല്ലോ. ഓഹോ, ഇതാണ് എൻട്രി അക്കടെ എന്നൊക്കെ പറഞ്ഞിരുന്നല്ലേ. ഇൻക്രെഡിബിൾ ഇന്ത്യ ഇതാണെന്ന് തോന്നുന്നു മെയിനായിട്ടുള്ള എൻട്രൻസ്. ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. പിള്ളേർ അവിടെ നിന്നിട്ട് കളിക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ആ വഴിക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ കുറേ ദൂരം നടന്ന് ഇവിടെ പാലസിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് എത്തി. ഇതാണ് പാലസിൻ്റെ മെയിൻ എൻട്രൻസ് എന്നാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല ഇനി ഇതിൻ്റെ എൻട്രൻസ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്. എന്തായാലും കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും മുന്നിൽ തന്നെ ഒരു പൂഴിയിൽ പട്ടി കിടക്കണാണല്ലോ കാണുന്നത്. അങ്ങനെ പാലസിൻ്റെ കടകിലേക്ക് വന്നു. ഇവിടെ നിന്നിട്ട് കുറച്ച് ആൾക്കാരിനെ പരിചയപ്പെട്ടു. ഒരു ഇംഗ്ലീഷുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളിനെ കിടത്തി വിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനം ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി വന്നിട്ട് കിടത്തി വിട്ടു. അത് അയാളുടെ സാമർത്ഥ്യമാണ്. അയാൾ കുറേ ഇങ്ങനെ സംസാരിച്ച് നോക്കി. പിന്നെ ഇവിടുത്തെ ലോക്കൽ പീപ്പിൾസിന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അമ്പലത്തിൽ കയറാനൊക്കെ പറ്റൂട്ടോ. അപ്പോൾ കുറേ ആൾക്കാരങ്ങനെ കയറുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ കുറേ വാശി പിടിച്ചു. സാമർത്ഥ്യമുള്ളവർക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കയറിച്ചില്ല. അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് ഈ കണ്ടത്. സാമർത്ഥ്യം ഇല്ലാത്ത കാരണം ഞാനിവിടെ ഇങ്ങനെ ഗേറ്റിന് പുറത്ത് നിൽക്കുകയാണ്, പട്ടി കാവലും കിടന്ന പോലെ. മൈസൂർ പാലസിലേക്ക് കയറാനുള്ള ടിക്കറ്റ് നിരക്കുകളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അഡൾട്ടിന് 150 രൂപ, ചിൽഡ്രൻ 10 മുതൽ 18 വയസ്സുള്ളവർക്ക് 70 രൂപ, സ്റ്റുഡൻസിന് സ്റ്റഡി ടൂറിന് 50 രൂപ, ഫോറിനറിന് 1000 രൂപ. ഡേ ടൈമിൽ മൺഡേ ടു വെനസ്ഡേ 7 മണി മുതൽ 8 മണി PM വരെ, 7 PM മുതൽ 8 PM വരെ. സാറ്റർഡേ 8:15 PM ടു 9:15 PM വരെ. അല്ല, ഇത് സൗണ്ട് ആൻഡ് ലൈറ്റ് പ്രോഗ്രാം ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. മൺഡേ ടു വെനസ്ഡേ. അപ്പം ഇന്ന് ഏത് ഡേ? ഇന്ന് മൺഡേ അല്ലേ? അപ്പോൾ ഇന്ന് 7 മണി മുതൽ 8 മണി വരെ ഉണ്ട്. അപ്പോൾ ചിൽഡ്രൻസിന് ടിക്കറ്റ് എടുത്ത് കാണാമല്ലോ. ശരിക്കും പറഞ്ഞാൽ അവിടെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. ഇവർ നമ്മളതിനെ കടത്തി വിടാത്തതാണ്. കടത്തി വിടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. ഇതിപ്പോൾ ലൈറ്റൊക്കെ കത്തിച്ചുട്ടാ, ദീപാലങ്കാരങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ലൈറ്റ് ഷോ എന്ന് പറഞ്ഞതെന്ന് തോന്നുന്നു. മ്യൂസിക് ഉണ്ടോയെന്ന് അറിയില്ല. മൈസൂർ പാലസിൻ്റെ വേറൊരു എൻട്രി ഭാഗത്തേക്കാണെന്ന് തോന്നുന്നു എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും പറയാനില്ല, നല്ല അടിപൊളി വ്യൂ. ഇതിൻ്റെ ഫ്രണ്ടിലേക്കൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നത് കാണാണ്ട്. ഇനി നമുക്ക് എൻട്രി കിട്ടുമോയെന്നറിയില്ല. സാമർത്ഥ്യമുള്ളവനല്ലേ എവിടെയും എൻട്രി കിട്ടുള്ളൂ. നോക്കാം. ഇവിടെ എന്ന് പറയുമ്പോൾ ഓട്ടോക്കാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ് കേട്ടോ. നമ്മൾ വെറുതെ നിൽക്കുകയാണെങ്കിലും, നമ്മൾ ഈ പാലസിൻ്റെ അകത്തേക്ക് പോകാൻ നിൽക്കുകയാണെങ്കിൽ ഓട്ടോ വേണമെന്ന് ചോദിച്ചിട്ട് വരും. എന്തിനാണ് അവർ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
ഇതാണപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് അല്ലേ? ഞാനപ്പോൾ കറങ്ങി തിരിഞ്ഞ് വരികയായിരുന്നു. എന്തായാലും നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയാണ് അപ്പോൾ ആനേനെ വെച്ചിട്ടുള്ള പരിപാടി, അമ്പാരും സാധനങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. ഇതാ മറ്റേ പാട്ടുള്ളതല്ലേ, ആ കൊലുസ്, ആ ഒരു പാട്ടുണ്ടല്ലോ കുഞ്ചകബാബനൊക്കെ ആയിട്ടുള്ളത്, അത് ഇവിടെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ കറങ്ങി തിരിച്ചിൽ കഴിഞ്ഞിട്ട് ഇനി നേരെ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങാൻ വയ്യ, വിശക്കുന്നുണ്ട്. കുതിരവണ്ടിയൊക്കെ നല്ല ഭംഗിയിൽ LED ലൈറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തിളങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ അലഞ്ഞ് തിരിഞ്ഞതിന് ശേഷം ഞാൻ റൂമിലെത്തിയിട്ടുണ്ട്. എൻ്റെ റൂമിൻ്റെ കോലാണ് ഈ കാണുന്നത്. മൈസൂർ പാലസിൻ്റെ തൊട്ടപ്പുറത്തിനുള്ള ഒരു എന്താ പറയുക, രാജഹംസ അങ്ങനെ എന്തോ ഒരു ഹോട്ടലാണ്.